ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സേമിയ പായസമാണിത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നല്ലൊരു അടിപൊളി സേമിയ പായസം നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മലയാളികൾക്ക് എന്താഘോഷം ഉണ്ടെങ്കിലും നമുക്ക് ഈ പായസം നിർബന്ധമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സേമിയം വറുത്തെടുക്കാനായിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതിയാകും. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണ്ടതൊന്ന് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കളറ് മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് നമ്മുടെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് കൂടി, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. സേമിയൊക്കെ ഹാഫ് വേവായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായും പിന്നെ മധുരം ലേശം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ലേശം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വറുത്ത സേമിയ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അധികം വേവൊന്നുമില്ല സേമിയത്തിന്. ഇനി കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്കൊന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യനട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ റെഡിയായ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്ന് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യിലേക്ക് മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മിൽക്ക് മെയ്ഡാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് മെയ്ഡാണിത്. എല്ലാവരും അതൊന്ന് കയറി കാണുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പായസം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് തന്നെ സേമിയത്തിൻ്റെ കൂടെ തന്നെ ചൊവ്വരി കൂടി ചേർത്തിട്ട് ഇതുപോലെ പായസം ഉണ്ടാക്കാവുന്നതാണ്. ചൊവ്വരി തിളച്ച വെള്ളത്തിലൊന്ന് ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ തന്നെ ചൊവ്വരി വേവുണ്ടോ. അത് ഇതിലേക്ക് ഇട്ടാൽ അങ്ങനെയും പായസം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയം വെച്ച് ഒരു വെറൈറ്റി പായസമാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.